ഇന്ന് ജനസേവനം കണ്ട് ഒരുപാട് ആൾക്കാരാണ് രാഷ്ട്രീയത്തിലേക്ക് മുന്നിട്ടിറങ്ങുന്നത്. എന്നാൽ ഒരു കൂട്ടം ആൾക്കാർ രാഷ്ട്രീയത്തെ അവരുടെ ഒരു പ്രധാന വരുമാന മാർഗമായിട്ട് കാണുന്നുമുണ്ട്. കാരണം ഇതിൽ നിന്ന് മാത്രമേ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ ആൻ്റോ ആൻ്റണിക്കെതിരെ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ പറയുകയുണ്ടായി, ആൻ്റോ ആൻ്റണി എൻ്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ചു, അതിൽ 20 ലക്ഷം രൂപ മാത്രമേ തിരിച്ചു തന്നുള്ളൂ എന്ന്. അപ്പോൾ ആൻ്റോ ആൻ്റണിയോട് ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആൻ്റോ ആൻ്റണി പറഞ്ഞതെന്ന് വെച്ചാൽ, തിരഞ്ഞെടുപ്പ് സമയത്ത് മറ്റു പാർട്ടികളെ പോലെ ഒരുപാട് ഫണ്ടൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്ക് പൈസ തന്നു. അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ 20 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു. എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ 20 ലക്ഷം രൂപ കയ്യിലുണ്ടാകുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, പണമുണ്ടാക്കാൻ രാഷ്ട്രീയമല്ലാതെ എളുപ്പ വഴി മറ്റൊന്നുമില്ല എന്ന്. അതുമാത്രമല്ല, 2 കോടി രൂപ വാങ്ങിച്ചു എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ടൊരു ഉത്തരവും അദ്ദേഹം കൊടുത്തില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് രാഷ്ട്രീയം മാത്രം തൊഴിലായി കാണുന്ന ഇവർക്കൊക്കെ ഇതിൽ നിന്ന് ഇത്രയധികം പണവും വരുമാനവും ഉണ്ടാക്കാൻ സാധിക്കുന്നത്? അതെന്നും നമ്മൾ പൊതുജനങ്ങൾ ഉറക്കെ ഒരു ചോദ്യമായി തന്നെ ചോദിക്കണം.